ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മുകാർക്കുള്ള ജനറൽ എക്കണോമിക്സ് ഉണ്ടല്ലോ, ആ ജനറൽ എക്കണോമിക്സിന് എക്സാമാണ് നിങ്ങൾക്ക് വരുന്നത്. രണ്ടാമത്തെ എക്സാമാണ്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സാം മെയിൻ പേപ്പറാണ് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമ്മൾ ഓരോ ബ്ലോക്ക് വൈസിലൊന്ന് പറഞ്ഞു. മുന്നേ ക്ലാസ് എടുത്തത് തന്നെയാണ്, എന്നാലും ഇങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ടത് കാരണം ഒരു എക്സാം ബേസ് ക്ലാസ് തരുമോ എന്നൊക്കെ ചോദിച്ചത് കാരണം ഒന്നുകൂടി ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം നമുക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ ആ വിവരങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മുൻ വീഡിയോസിലൊക്കെ. അപ്പോൾ വാട്സപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ക്ലാസ് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ തുടങ്ങാം. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ത്, എക്സ്പ്ലോർ ദ ഒറിജിൻ ഓഫ് ദ ടേം എക്കണോമിക്സ്. എക്സ്പ്ലോർ ദ ഒറിജിൻ ഓഫ് ദ ടേം എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന പദത്തിൻ്റെ ഉത്ഭവം പര്യവേക്ഷണം ചെയ്യുക എന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഞാൻ എഴുതിയിട്ട് എനിക്ക് കുറച്ച് ആവുമെന്നാണെങ്കിൽ അതും കൂടി ചേർത്ത് എഴുതാൻ തക്ക രീതിയിൽ ശരിക്കും തന്നെ എഴുതേണ്ട കാര്യം ആദ്യം പറയാം. ഇക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. വീട് കൈകാര്യം ചെയ്യൽ അല്ലെങ്കിൽ ഹോം മാനേജ്മെൻറ്റ് എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്കോട്ടിഷ് അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്താണ് സാമ്പത്തിക ശാസ്ത്രത്തെ ഒരു പ്രത്യേക ശാസ്ത്ര മേഖലയായിട്ട് വികസിപ്പിച്ചെടുത്തത്. 1776 അദ്ദേഹം പ്രസിദ്ധീകരിച്ച വെൽത്ത് ഓഫ് നാഷൻസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം അത് സാധ്യമാക്കിയത്. ആഡം സ്മിത്തിനെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്രയും മതി അതിൽ ശരിക്കും ആൻസർ. നമ്മൾ എഴുതിയിട്ട് നമുക്ക് കുറച്ച് വന്നുള്ളൂ എന്നാണെങ്കിൽ നമുക്കതിൽ ചേർത്ത് എഴുതാൻ പറ്റുന്നതാണ് എന്ത്, സാമ്പത്തിക ശാസ്ത്രം സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ഒരു വിഷയം അല്ലെങ്കിൽ ശാഖയാണ്. അത് സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളാണ് പഠിക്കുന്നത്. തങ്ങളുടെ പരിധിയില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആളുകൾ അവരുടെ ദുർബലമായ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം നടത്തുന്നത്. സാമ്പത്തിക ശാസ്ത്ര ഉപഭോഗം, ഉൽപ്പാദനം, ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം, സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളുടെ വിഹിതം എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത്രയും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം കേട്ടോ. ഇനി നമ്മളോട് അതിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്ത്, അല്ലെങ്കിൽ 5 മാർക്ക്, ഇപ്പോൾ 5 മാർക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്ത്, ഒറിജിൻ ഓഫ് എക്സ്പ്ലെയിൻ ദ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. എക്സ്പ്ലെയിൻ ദ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങൾ വിശദമാക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. 5 മാർക്കിനാണെങ്കിലും 4 മാർക്കിനാണെങ്കിലും ഒക്കെ എഴുതേണ്ടത് ഒരേ ലെവലിലാണ് കേട്ടോ. സാമ്പത്തിക ശാസ്ത്രം കൃത്യമായിട്ട് വിവരിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രത്തെ വിവിധ രീതികളിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. കനേഡിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജേക്കബ് വീനർ നിർവചിക്കുന്നത് സാമ്പത്തിക വിദഗ്ധർ എന്താണോ ചെയ്യുന്നത് അതാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങളെ സമ്പത്തിൻ്റെ നിർവചനം അല്ലെങ്കിൽ വെൽത്ത് ഡെഫിനിഷൻ, ക്ഷേമത്തിൻ്റെ നിർവചനം അല്ലെങ്കിൽ വെൽഫെയർ ഡെഫിനിഷൻ, സ്കെയേഴ്സിറ്റി ഡെഫിനിഷൻ അല്ലെങ്കിൽ ദൗർലഭ്യ നിർവചനം, പിന്നെ ഏതാണ് ഗ്രോത്ത് ഡെഫിനിഷൻ അഥവാ വളർച്ചാ നിർവചനം എന്നിങ്ങനെ 4 തരങ്ങളാക്കിയിട്ട് അതിൻ്റെ നിർവചനങ്ങളെ തിരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിനി അതിൽ ഓരോന്നിനെ വിശദീകരിക്കണം. ആദ്യം വെൽത്ത് ഡെഫിനിഷൻ, അതായത് ആഡം സ്മിത്തിൻ്റെ സമ്പത്തിൻ്റെ നിർവചനം. ആഡം സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ സ്വഭാവത്തെയും കാരണങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റേതാണ് കേട്ടോ. ഇനി അത്രയുള്ളതിൽ പറയാം. ഇനി വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷലിൻ്റെ. രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നത് സാധാരണ ജീവിത ബിസിനസ്സിലെ മനുഷ്യരാശിയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അത് വ്യക്തിപരവും സാമൂഹികവുമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നേടിയെടുക്കുക എന്നത് ക്ഷേമത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ ഉപയോഗവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻസിൽ അല്ലെങ്കിൽ ക്ഷേമ നിർവചനത്തിൽ പറയുന്നത്. അതായത് ഒരു വശത്ത് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനവും മറുവശത്ത് മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു ഭാഗവുമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആ നിർവചനം സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ നിർവചനമാണ് സ്കെയേഴ്സിറ്റി ഡെഫിനിഷൻ, ലയണൽ റോബിൻസിൻ്റെ സ്കെയേഴ്സിറ്റി അല്ലെങ്കിൽ ദൗർലഭ്യ നിർവചനം. ലയണൽ റോബിൻസിൻ്റെ ദൗർലഭ്യ നിർവചനമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിർവചനമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിർവചനമാണത്. അപ്പോൾ റോബിൻസ് പറയുന്നതനുസരിച്ച് സാമ്പത്തിക ശാസ്ത്രം എന്നത് മനുഷ്യൻ പെരുമാറ്റത്തെ ബദൽ ഉപയോഗങ്ങളുള്ള അപൂർവമായ മാർഗങ്ങൾ തമ്മിലുള്ള ബന്ധമായിട്ട് പഠിക്കുന്ന ശാസ്ത്രമാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട്, എന്താണ് അത്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് സയൻസ് 1932 പബ്ലിഷ് ചെയ്തത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവവും പ്രാധാന്യവും എന്ന ഗ്രന്ഥം 1932 പബ്ലിഷ് ചെയ്തത്. അതിലാണ് അദ്ദേഹം ആ നിർവചനത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ ദൗർലഭ്യ നിർവചനത്തിൻ്റെ 3 പ്രധാന പോസ്റ്റുലേറ്റുകളുണ്ട് അല്ലെങ്കിൽ അനുമാനങ്ങളുണ്ട്.
പോസ്റ്റുലേറ്റുകൾ, അത് മാത്രവും ചോദിക്കാറുണ്ട് ചിലപ്പോൾ കേട്ടോ. പക്ഷേ നമ്മൾ 5 മാർക്കിന് ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ ഈ ദൗർലഭ്യ നിർവചനത്തിൻ്റെ പോസ്റ്റുലേറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ അനുമാനങ്ങൾ 3 കൂടി അവിടെ പറയണം കേട്ടോ, 5 മാർക്കിനല്ലേ. അപ്പോൾ ഇതാണ് ഒന്ന്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിധിയില്ലാത്തതാണ് എന്നാണ്. അതാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിധിയില്ല, അതായത് ആഗ്രഹം നിറവേറ്റുമ്പോൾ പുതിയൊരെണ്ണം ഉയർന്നു വരും, വീണ്ടും വീണ്ടും അതിൻ്റെ ആവശ്യങ്ങൾ അങ്ങനെ നീണ്ടുപോകും. അതാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിധിയില്ലാത്തതാണ്. രണ്ടാമത്തത് വിഭവങ്ങൾ പരിമിതമാണ്, അതായത് ആവശ്യങ്ങൾ അനന്തമാണ് എന്നാൽ വിഭവങ്ങൾ പരിമിതം. ആളുകളുടെ ആവശ്യങ്ങൾ അപേക്ഷിച്ച് എന്ത് കുറവാണ്, വിഭവങ്ങൾ കുറവാണ്. മൂന്നാമത്തത് വിഭവങ്ങൾക്ക് ഇതര ഉപയോഗങ്ങളുണ്ട്. പറഞ്ഞാൽ വിഹിതത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുമ്പോൾ വിഭവങ്ങൾക്ക് ഒരു ഉപയോഗം മാത്രമല്ല, ഒരു വിഭവത്തിന് തന്നെ മറ്റനേക ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോവാം അല്ലേ. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് ദൗർലഭ്യ നിർവചനത്തിൻ്റെ 3 പോസ്റ്റുലേറ്റുകൾ. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിധിയില്ലാത്തതാണ്, വിഭവങ്ങൾ പരിമിതമാണ്. മൂന്നാമത്തത് വിഭവങ്ങൾക്ക് ഇതര ഉപയോഗങ്ങളാണെങ്കിൽ ഒരേ ഉപയോഗമല്ല അനേക ഉപയോഗങ്ങൾ വിഭവങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ 3 പോസ്റ്റുലേറ്റുകൾ അല്ലെങ്കിൽ 3 അനുമാനങ്ങൾ. അപ്പോൾ 3 ഡെഫിനിഷൻസായി വെൽത്ത്, വെൽഫെയർ, സ്കെയർസിറ്റി. ഇനി ഒന്നുകൂടി ഉണ്ട്, ഏതാണ് ഗ്രോത്ത് ഡെഫിനിഷൻ, വളർച്ച നിർവചനം. ആരുടെയാണ്? പോൾ എ സാമുവലിൻ്റെയാണ്. പോൾ എ സാമുവലിൻ്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോഴോ ഭാവിയിലോ വിവിധ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉപഭോഗത്തിനുമായിട്ട് വിതരണം ചെയ്യുന്നതിനും ബദൽ ഉപയോഗങ്ങളുള്ള ദുർബലമായ ഉൽപ്പാദന വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിന് പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ മനുഷ്യരും സമൂഹവും എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ആരാണ് അതിൻ്റെ വിജ്ഞാതാവ്? പോൾ എ സാമുവൽസൺ ആണ് കേട്ടോ. പോൾ എ സാമുവൽസൺ 1948 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് സാമുവൽസണിൻ്റെ ഗ്രന്ഥം? എക്കണോമിക്സ് എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് അതിൻ്റെ 4 നിർവചനങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ആൻസറായിട്ട് കൊടുക്കാനുള്ളത്. ഇനി നമ്മളോട് ഇന്ന് എസ്സേ ചോദിക്കുക, എന്താണ്? എക്സ്പ്ലെയിൻ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ്? എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സിഗ്നിഫിക്കൻസ് വേണ്ട, നമുക്കവിടെ അടുത്തൊരു ഇതിൽ വരുന്നുണ്ട്, അവിടെ പറയാം. എന്താണ്? എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ പ്രതിപാദ്യ വിഷയവും വിശദമാക്കുക എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്കോപ്പ് നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വിശാലമാണ്. മനുഷ്യ സ്വഭാവം, വിഭവവിഹിതം, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട അനേകം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. പരിമിതമായ വിഭവങ്ങളെ വെച്ചുകൊണ്ട് വ്യക്തികളും ബിസിനസ്സുകളും ഗവൺമെൻറ്റുകളും എങ്ങനെ അതിനെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുവെന്നും ഈ തെരഞ്ഞെടുപ്പുകൾ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് അതിൽ പ്രാഥമികമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് മൈക്രോ എക്കണോമിക്സ് ആണ്, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. വ്യാപ്തി കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ എഴുതേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഈ ശാഖ, അത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ്. കുടുംബം, സ്ഥാപനം, വ്യവസായം എന്നിങ്ങനെയുള്ള വ്യക്തിഗത സാമ്പത്തിക ഏജന്റുമാരുടെ പെരുമാറ്റം വിശകലനം ചെയ്യുന്ന ഒന്നാണ്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതിനെക്കുറിച്ച് അവരെങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പഠിക്കുന്നതാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇനി അതിൻ്റെ പരിധിയിൽ വ്യാപ്തിയിൽ വരുന്ന രണ്ടാമത്തതാണ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ഹോൾ തിങ്സ് ആണ്, അതായത് മൊത്തത്തിൽ പഠിക്കുന്ന സംഭവമാണ്. ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രകടനം മനസ്സിലാക്കുന്നതിനും സ്വാധീനിക്കുന്നതിനുമായിട്ട് മൈക്രോ എക്കണോമിസ്റ്റുകൾ സർക്കാർ നയങ്ങൾ, അതുപോലെ പണവ്യവസ്ഥകൾ, ധനനയങ്ങൾ, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവ പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ വ്യാപ്തിയിൽ വരുന്ന രണ്ടെണ്ണം വന്നു അല്ലേ, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. അങ്ങനെ തന്നെ എഴുതിയാൽ മതി, മാക്രോ എന്ന് മലയാളത്തിൽ എഴുതിയാൽ മതി. സൂക്ഷ്മം സ്ഥൂലം എന്നാണ് പറയുക കേട്ടോ. ഇനി മൂന്നാമത്തത് പബ്ലിക് എക്കണോമിക്സ് ആണ്, പൊതു സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഈ മേഖലയിൽ സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ പങ്കിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്. നികുതിയിലൂടെ സർക്കാർ എങ്ങനെ വരുമാനം നേടുന്നുവെന്നും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പൊതു സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിന് വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുമാണ് ഈ പബ്ലിക് എക്കണോമിക്സിൽ പരിശോധന. പബ്ലിക് പറയുമ്പോൾ തന്നെ സർക്കാരിൻ്റെ എന്നാണല്ലോ നമ്മുടെ ധാരണ, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 3 മേഖലകളായി അതിൽ സ്കോപ്പിൽ വരുന്ന 3: മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, പബ്ലിക് എക്കണോമിക്സ് അല്ലെങ്കിൽ പൊതു സാമ്പത്തിക ശാസ്ത്രം. നാലാമത്തത് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ആണ്, അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം. രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെയാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം പരിശോധിക്കുന്നത്. അന്താരാഷ്ട്ര വ്യാപാരം, വിനിമയ നിരക്കുകൾ, പേയ്മെൻറ്റുകളുടെ ബാലൻസ്, ആഗോള സാമ്പത്തിക നയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെയും സാമ്പത്തിക സഹകരണത്തിൻ്റെയും നേട്ടങ്ങളും അനന്തരഫലങ്ങളും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. അതാണ് നാലാമത്തെ സ്കോപ്പിൽ വരുന്നത്. ഇതാണ് മൈക്രോ, മാക്രോ,
പബ്ലിക് ആൻഡ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ആണ് അല്ലേ. ഇനി അഞ്ചാമത്തത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ആണ്, വികസന സാമ്പത്തിക ശാസ്ത്രം, അതിൻ്റെ സ്കോപ്പിൽ വരുന്നതാണ് കേട്ടോ. ഈ മേഖല രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയും വികസനവും പഠിക്കുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള പ്രദേശങ്ങളുടെ വികസന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പഠനവിധേയമാക്കുന്നത്. നിക്ഷേപം, സാങ്കേതിക പുരോഗതി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിങ്ങനെയുള്ള സാമ്പത്തിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയുന്ന ഘടകങ്ങളെയാണ് ഇതിലൂടെ പരിശോധിക്കുന്നത്. 5 ആയില്ലേ. ആറാമത്തത് ലേബർ എക്കണോമിക്സ് ആണ്, തൊഴിൽ സാമ്പത്തിക ശാസ്ത്രം. സ്കോപ്പ് തന്നെയാണ് പോയി പറയുന്നതൊക്കെ. തൊഴിൽ, വേതനം, ലേബർ മൊബിലിറ്റി, അതായത് തൊഴിലാളി ചലനാത്മകത, തൊഴിൽ നയങ്ങളുടെ സ്വാധീനം എന്നിവ ഉൾപ്പെടെ തൊഴിൽ വിപണിയിൽ തൊഴിൽ സാമ്പത്തിക ശാസ്ത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി 7ാമത്തത് എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് ആണ്, എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ്, പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രം. ഇപ്പോൾ 7ാമത്തെയായിട്ട് മലിനീകരണം, വിഭവ ശോഷണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യുന്നൊരു മേഖലയാണ് ഇത് എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് പരിസ്ഥിതിക ചെലവുകൾ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനും സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണത്. ഇനി 8ാമത്തത് ബിഹേവിയറൽ എക്കണോമിക്സ്, പെരുമാറ്റ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. പെരുമാറ്റ സാമ്പത്തിക ശാസ്ത്രം മനഃശാസ്ത്രത്തിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളെ സംയോജിപ്പിച്ചുകൊണ്ട് വ്യക്തിഗത പക്ഷപാതങ്ങളും വൈജ്ഞാനിക പരിമിതികളും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അതാണ് 8ാമത്തെ. ഇനി 9ാമത്തത് ഫിനാൻഷ്യൽ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. അപ്പം നമ്മൾ ഫിനാൻഷ്യൽ എന്ന് എഴുതിയാൽ മതി. അങ്ങനെ മലയാളത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് എഴുതുന്ന ഫിനാൻഷ്യൽ സാമ്പത്തിക ശാസ്ത്രം, ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് എഴുതിയാൽ കേട്ടോ. ഫിനാൻഷ്യൽ എക്കണോമിക്സ് സ്റ്റോക്ക് മാർക്കറ്റുകൾ, അതുപോലെ ബോണ്ട് മാർക്കറ്റുകൾ, മറ്റ് സാമ്പത്തിക ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിപണികളുടെ പെരുമാറ്റമാണ് പര്യവേക്ഷണം ചെയ്യുന്നത്. ഇത് നിക്ഷേപ തീരുമാനങ്ങൾ, റിസർവ് മാനേജ്മെൻറ്റ്, സാമ്പത്തിക വിപണികളും വിശാലമായ സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള ബന്ധം എന്നിവയാണ് പ്രധാനമായിട്ടും ഇതിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വ്യാപ്തി ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർണമായ സാമ്പത്തിക പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുന്നതിനും നയരൂപകർത്താക്കൾക്കും ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നതിനും സാമ്പത്തിക വിദഗ്ധർ വിവിധ ഉപകരണങ്ങളും മാതൃകകളും ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ അതിൽ ഇത്രയും പറയുമ്പോൾ അതിൻ്റെ സ്കോപ്പുമായി സബ്ജക്റ്റ് മാറ്റർ രണ്ടും വന്നു. അപ്പോൾ ഈ സ്കോപ്പ് തന്നെയാണ് അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും. കാരണം മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, പബ്ലിക് എക്കണോമിക്സ്, ആ സംഭവങ്ങളൊക്കെ ഓരോന്നിലും എന്താണോ എക്കണോമിക്സിൽ പഠിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. അപ്പം സ്കോപ്പ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ആ 2എണ്ണത്തിൻ്റെ ആൻസർ എത്രയാണ് എസ്സേക്ക് വരാവുന്ന ആൻസർ കേട്ടോ. ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു എസ്സേയാണ് എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് എക്കണോമിക്സ്. കമ്പോള സോഷ്യലിസ്റ്റ് മിശ്ര സമ്പദ് വ്യവസ്ഥകളുടെ ധർമ്മങ്ങളും സവിശേഷതകളും പരിശോധിക്കാൻ. അപ്പോൾ 3 തരം സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ച് വിവരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കാം. നമുക്ക് ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ് അങ്ങനെയും ചോദിക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ക്രമീകരണമാണ് സ്വാഭാവികമായിട്ടും നടക്കുന്നത്. ഇപ്പോൾ ലിയോനാർഡ് എസ് സിൽക്കിൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക വ്യവസ്ഥ എന്നത് വ്യത്യസ്ത സാമ്പത്തിക ഘടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വ്യക്തിഗത തൊഴിലാളികളും മാനേജർമാരും ഫാക്ടറികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ മുതലായവ ഒരു മൊത്തത്തിലുള്ള രൂപീകരണത്തിനായിട്ട് ജൈവികമായിട്ട് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ലോകത്തിലെ പ്രധാന സാമ്പത്തിക വ്യവസ്ഥകൾ വിപണി സമ്പദ് വ്യവസ്ഥ, കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിവയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ വിപണി സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്കണോമി, പിന്നെ കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്ലാൻഡ് എക്കണോമി എന്ന് പറഞ്ഞാലാണ് ഇത് സോഷ്യലിസ്റ്റ് എക്കണോമി, പിന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കണോമി കേട്ടോ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നോണം കൊടുത്തതാണ്. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ആദ്യം മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ വിപണി സമ്പദ് വ്യവസ്ഥ. മാർക്കറ്റ് എക്കണോമി അഥവാ വിപണി സമ്പദ് വ്യവസ്ഥ ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങളുടെ വിഹിതം ഉപഭോക്താക്കളുടെയും ബിസിനസ്സുകളുടെയും തിരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്. അത്തരമൊരു സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ ഇടപെടുന്നതിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. സർക്കാർ അതിൽ ഇടപെടില്ല എന്നുള്ളത്. ഈ വ്യവസ്ഥിതി മുതലാളിത്തം എന്നും അറിയപ്പെടുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളാണ് ഉൽപ്പാദനോപകരണങ്ങളുടെ ഉടമകൾ. ഇത്തരം സമ്പദ് വ്യവസ്ഥയിൽ ഡിമാൻഡും വിതരണവും ചേരുമ്പോൾ സ്വതന്ത്ര വിപണിയിലെ വിലകൾ തീരുമാനിക്കപ്പെടുന്നു. ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നും വിതരണം ചെയ്യപ്പെടുന്നു എന്നും വില സംവിധാനം ആണ് നിയന്ത്രിക്കുക.
പരമാവധി വ്യക്തി സ്വാതന്ത്ര്യവും കേന്ദ്ര ആസൂത്രണത്തിൻ്റെ അഭാവവും ഈ സമ്പദ്വ്യവസ്ഥയുടെ സവിശേഷതയാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഏറ്റവും വികസിത രാജ്യങ്ങൾ മുതലാളിത്തം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ സവിശേഷതകൾ ഇവർ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റ് എക്കണോമിയെക്കുറിച്ച്. ഇനി സെൻട്രൽ പ്ലാൻഡ് എക്കണോമി ഓർ സോഷ്യലിസ്റ്റ് എക്കണോമി, കേന്ദ്ര ആസൂത്രിത സമ്പദ്വ്യവസ്ഥ നോക്കുക. കേന്ദ്രീകൃതമായിട്ട് ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദനത്തെയും ഉപഭോഗത്തെയും കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും ആരാണ് എടുക്കുന്നത്? സർക്കാരാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യാസം കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള വ്യത്യാസമാണ്. അതാണ് കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ ആരിടപെടുന്നില്ല? സർക്കാർ ഇടപെടുന്നില്ല. എന്നാൽ ഒരു കേന്ദ്ര ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ആരിടപെടുന്നുണ്ട്? സർക്കാർ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ഉൽപ്പാദനോപാധികൾ സർക്കാർ സ്വന്തമാക്കുകയും വിഭവങ്ങൾ സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നു. കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയെ സാധാരണയായിട്ട് കമാൻഡ് ഇക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ മറ്റു പേരുകളാണ് എന്തൊക്കെ? കമാൻഡ് ഇക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ. ഒരു കമാൻഡ് ഇക്കണോമിയിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ വില വ്യവസ്ഥയ്ക്ക് യാതൊരു സ്വാധീനവും ഇല്ല. മറ്റിടത്ത് നമ്മൾ പറഞ്ഞത് ഡിമാൻഡും വിതരണവുമാണ് വില നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇവിടെ വിലക്ക് വലിയൊരു സ്വാധീനമൊന്നും ഇല്ല. സാമ്പത്തികവും വ്യക്തിപരവുമായ സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത. അത് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ല, എല്ലാം ആര് കൺട്രോൾ ചെയ്യുന്നു? സർക്കാർ കൺട്രോൾ ചെയ്യുന്നു കേട്ടോ. ചൈന, ഉത്തര കൊറിയ, മുൻ സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സമ്പദ് വ്യവസ്ഥ നമുക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ രാജ്യങ്ങൾ അതാണ്. ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ സ്വകാര്യ പങ്കാളിത്തം പുരോഗമിച്ചു വരുന്നത്. അതായത് ഈ കേന്ദ്ര ആസൂത്രിതമാകുമ്പോൾ വികസനം കുറവാണെന്ന് ആളുകൾ മനസ്സിലാക്കുകയും ഏറെക്കുറെയൊക്കെ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇനമാണിത് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു സംയോജിത കൂടിച്ചേർന്ന രൂപമാണ് ഇത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പൊതു സ്വകാര്യ മേഖലകൾ ഒരുമിച്ച് നിൽക്കുകയും രാജ്യത്തിൻ്റെ നേട്ടത്തിനായിട്ട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അത് തന്നെയാണ് അതിൻ്റെ സവിശേഷത കേട്ടോ, രണ്ടും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും സവിശേഷതകൾ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ സംയോജിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ബിസിനസ്സുകൾ സ്വകാര്യ മേഖലയെ ഉൾക്കൊള്ളും. അതേപോലെ പ്രാദേശിക സർക്കാരുകളും ബിസിനസ്സുകളും സർക്കാർ ഉടമസ്ഥതയിലുള്ള വകുപ്പുകൾ എന്നിവ പൊതുമേഖലയെ രൂപപ്പെടുത്തും. പൊതുമേഖലയുടെ മൂലധനം പൊതുജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അവർ എങ്ങനെ ബിസിനസ് നടത്തുന്നു എന്നതിൽ സർക്കാരിന് അഭിപ്രായം പറയാം. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പൊതു സ്വകാര്യ മേഖലകളെ ഏകോപിപ്പിക്കുന്നതിന് ആസൂത്രണ കമ്മീഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് എന്തുണ്ടാവുക? പ്ലാനിംഗ് കമ്മീഷനുകൾ രൂപപ്പെടുത്തുക. സ്വീഡൻ, ഫ്രാൻസ്, ഇന്ത്യ എന്നീ സമ്പദ് വ്യവസ്ഥകൾ എന്തിന് ഉദാഹരണങ്ങളാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം. ഒരു 2 എസ്സേ നമ്മൾ പറഞ്ഞു, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് വൺ വേർഡിന് നമുക്ക് ആൻസർ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? എക്സ്പ്ലോർ ദ ഒറിജിൻ ഓഫ് ദ ടേം എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന പദത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? അപ്പോൾ കുറച്ച് എഴുതാമെന്നെങ്കിൽ അങ്ങനെ എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ചേർത്ത് എഴുതണമെങ്കിൽ അതുകൂടി ചേർത്തിട്ട് എന്താണ് എക്കണോമിക്സ് എന്നുള്ളതും കൂടി ചേർത്ത് എഴുതണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പോലെ 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സ്പ്ലെയിൻ ദ ഡിഫിനിഷൻസ് ഓഫ് എക്കണോമി. അതിൻ്റെ 4 ഡെഫിനിഷൻസ് പറയാം. പിന്നെ 2 എസ്സേ പഠിച്ചിലൊന്ന് എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. അതായത് എക്കണോമിക്സിൻ്റെ സ്കോപ്പ്, വ്യാപ്തിയും അതിൻ്റെ സബ്ജക്റ്റും പ്രതിപാദ്യ വിഷയവും വിശദീകരിക്കാനാണ്. പിന്നൊരു എസ്സേ പറയുന്നത് എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് എക്കണോമിക്സ്. കമ്പോള, സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്, അതും അല്ലെങ്കിൽ മിക്സഡ് സമ്പദ് വ്യവസ്ഥകൾ മൂന്നിനെയും കുറിച്ച് എന്ത് ചെയ്യണം? അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ പരിശോധിക്കുക എന്നാണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിന് വരാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ നമുക്ക് മുന്നേ ക്ലാസ് എടുത്തതാണ്. നിങ്ങൾക്ക് ഒരു എക്സാമോട് അടുപ്പിച്ച് ഒരു എക്സാം ബേസ് ക്ലാസ് തരുമോ എന്ന് ചോദിച്ചതുകൊണ്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ മറ്റ് സബ്ജക്റ്റുകളും നോക്കാം. ഇടവിട്ട് അങ്ങനെ തരാം. ഓക്കെ, താങ്ക്സ്.